നമുക്കേ ഇത് കോക്കനട്ട് കുക്കീസ് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 85 ml സോഫ്റ്റ് ആൻഡ് ബട്ടർ, 85 ഗ്രാം പൗഡേർഡ് ഷുഗർ, ഇത് രണ്ടും കൂടെ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് അതൊന്ന് സോഫ്റ്റായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് അതിനകത്തേക്ക് 100 ഗ്രാം മൈദ, 60 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട്, 1 പിഞ്ച് സാൾട്ട്, 2 പിഞ്ച് ബേക്കിംഗ് സോഡ, ഇത്രയിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ആയാൽ അതിനകത്തേക്ക് 100 ml കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മിൽക്ക് ഏതെങ്കിലും ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും കൂടി ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ട്രേയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ സ്കൂപ്പ് ചെയ്ത് വെച്ച് അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലും വെച്ചൊന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്തിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി കോക്കനട്ട് കുക്കീസ് റെഡിയായി. ഈ കുക്കീസേ കുറച്ച് ചൂവിയാണ്, സോഫ്റ്റാണ് കേട്ടോ. കാരണം അതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡയും പിന്നെ മിൽക്കും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയും വേണ്ട എന്ന് വയ്ക്കണം. പിന്നെ ഈ മിൽക്കിൻ്റെ അളവ് ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം ആക്കണം. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഡോ കിട്ടും. അതിനെ നമ്മൾ കയ്യിലെടുത്ത് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ട്രേയിൽ വെച്ചാൽ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള കോക്കനട്ട് കുക്കീസും റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 തരത്തിൽ ഈ കുക്കീസ് റെഡിയാക്കി എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ കോക്കനട്ട് കുക്കീസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത്ര ടേസ്റ്റാണ് ഇതിന്.